ഹലോ, ഗുഡ് മോർണിംഗ്. അസ്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായത് 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററിയുടെ ഫോർത്ത് ചാപ്റ്ററായ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ പാഠം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നോട്ട്സും അതുപോലെ തന്നെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് പോയിൻറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരം കളയണ്ട, പെട്ടെന്ന് നോട്ട്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇയറും അതുപോലെ തന്നെ മന്ത് ആൻഡ് ഡേറ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ടൈം ലൈനൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ 1946 December 6 ഫസ്റ്റ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി, അതായത് 1946 December 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 1946 December 13 എന്താണ് ഇവിടെ ഉള്ളത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസൻറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു എന്താണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നമ്മൾ മുന്നേ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് അത് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് 1947 August 15 നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? ഈ ഡേറ്റ് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. ദെൻ 1949 December 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് 1949 November 26 എന്താണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് നിയമമാക്കി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 1950 January 26 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പം എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 January 26 ഈ ഡേറ്റ്സ് മറക്കാതെ ഓർത്ത് വെക്കുക. എല്ലാ ദിവസങ്ങളും കറക്റ്റായിട്ട് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഐഡിയാസ് put forward by the national movement were included in the objective resolution. ഓക്കെ, ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. നമ്മളത് കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ്, അവസര സമത്വം. 2 ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പുള്ള സമത്വം. ദെൻ ഫണ്ടമെന്റൽ ഫ്രീഡം, മൗലിക സ്വാതന്ത്ര്യം. ദെൻ സോവർണിറ്റി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പരമാധികാരം. ആൻഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള നീതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, അതൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പോയിന്റ്സ് മാത്രമേ അത് എടുത്തിട്ടുള്ളൂ. ഒന്നാമത്തേത് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. പാർലമെന്ററി ജനാധിപത്യം. ദെൻ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ, ദൃഢവും അയവുള്ളതുമായ ഘടന. ദെൻ നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ദെൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. എന്താണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ്. ദെൻ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി അല്ലേ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ആൻഡ് ഫൈനൽ പോയിന്റ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ചോദ്യം വരുന്നതെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ അതുകൂടി കണ്ടു നോക്കാം. ഓക്കെ, അത് തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ദ റീസൺസ് വൈ ഇന്ത്യ അഡോപ്റ്റഡ് ദ ഫെഡറൽ സിസ്റ്റം. അതായത് ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ടു സ്ട്രെങ്തൻ ഡെമോക്രസി ത്രൂ പവർ ഷെയറിംഗ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്താണ് അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ പോയിന്റ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ദ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, to achieve economic progress and ensure the welfare of all sections by integrating various levels of the governments. അതായത് ഭരണത്തിൻ്റെ വിവിധ തലങ്ങൾ കൂട്ടിയിണക്കിയിട്ട് അവിടുത്തെ സാമ്പത്തിക പുരോഗതി കൈവരിക്കുക, അതുപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതും കൂടി ഈ ഫെഡറൽ സിസ്റ്റത്തിലൂടെ പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, to make the concept of democracy
മോർ മീനിങ് ഫുൾ. അതായത് ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ കൈവരിച്ചിട്ടുള്ളത്, സ്വീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം അല്ലേ. ഫെഡറലിസത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ്. നോക്കിയേ, റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന. ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം ആണ്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതേ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 8 പോയിന്റ്സും പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ദ 7th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവർ. ഓക്കെ, മറന്നു പോകരുത്. ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, റെസിഡ്യൂറി പവർ. അവർ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക. ഈ പോയിന്റ്സ് ലിസ്റ്റ് മറക്കാതെ ഓർത്ത് വെക്കുക, ഏതൊക്കെയാണെന്നുള്ളത്. ആ പവേഴ്സ് ഏതൊക്കെയാണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് മറക്കാതെ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹാവ് യു നോട്ടീസ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ എബോവ്, നോട്ട് വിച്ച് ലിസ്റ്റ് ദീസ് ടോപ്പിക്സ് ബിലോങ്സ് ടു. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡിവിഷൻ ഓഫ് പവേഴ്സ് പഠിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. മേ ബി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ എന്താണ് യൂണിയൻ ലിസ്റ്റ്, എന്താണ് സംസ്ഥാന ലിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് കൺകറന്റ് ലിസ്റ്റ്, ആൻഡ് ഓൾസോ എന്താണ് റെസിഡ്യൂറി പവർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കണം. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് കൂടി മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഹെഡിങ്സ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ കൊടുത്ത ക്വസ്റ്റ്യനിലുള്ള യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ് പെടുന്നതെന്ന് അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ന്യൂ ട്രെയിൻ അലൗഡ് ടു കേരള, ഇന്ത്യ സയൻസ് ഡിപ്ലോമാറ്റിക് എഗ്രിമെൻറ്റ് വിത്ത് ശ്രീലങ്ക. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് പെടുന്നത് ജയിൽ റൂൾസ് വർ റിവൈസ്ഡ്, new police policy announced. Then final the concurrent list വരുന്നത് revising the structure of undergraduate course and national forest policy announced. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ലിസ്റ്റ്, അതായത് ഈ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ആർ ദ ത്രീ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷം 3 ഓർഗാൻസ് ഓഫ് ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പാടെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നോക്കാം, ഒന്നാമത്തേത് ലെജിസ്ലേറ്റീവ്, 2 എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി. ലെജിസ്ലേറ്റീവ് പറഞ്ഞാൽ നമുക്കറിയാം നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗമാണ്, ആൻഡ് ദ തേർഡ് വൺ ജുഡീഷ്യറി നീതിന്യായ വിഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, നമ്മളിവിടെ ലെജിസ്ലേച്ചർ എന്ന് കണ്ടില്ലേ. അപ്പോൾ നിയമനിർമ്മാണ സഭ. ഓക്കെ, എന്താ നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ? ദ ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാർലമെന്റ് ഈസ് ടു മേക്ക് ലോസ് ഫോർ ദ കൺട്രി. രാജ്യത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ ഫസ്റ്റ്, അതായത് പ്രൈമറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഈസ് എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഹൗസസ്, നെയിംലി ദ ലോക്സഭ ആൻഡ് രാജ്യസഭ. അതായത് ഇന്ത്യയുടെ പാർലമെന്റ് എന്താണ്? ഈസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. മലയാളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് വിചാരിച്ചാൽ എന്താണ്, ഇവിടെ 2 ഹൗസസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? 2 സഭകളാണ്. 1 ലോകസഭ, 2 രാജ്യസഭ. ഓക്കെ, ഇതാണ് നമുക്ക് ലെജിസ്ലേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി ലെജിസ്ലേച്ചർ? വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദി ലെജിസ്ലേച്ചർ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഫങ്ഷൻസ്? 1 ലോ മേക്കിംഗ് ആണ്, നിയമനിർമ്മാണം. ദെൻ നെക്സ്റ്റ്, ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ദ പബ്ലിക് ട്രഷറി, അതായത് പൊതുഖജനാവിൻ്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദെൻ തേർഡ് പോയിന്റ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻസ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക. ദെൻ ടു കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്, അതുപോലെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ദെൻ നെക്സ്റ്റ്, ആക്ട് ആസ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെന്റ്. അപ്പോൾ ഇംപീച്ച്മെന്റ് പോലെയുള്ള നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, ഫൈനലായിട്ട്, കൺസിഡർ ആൻഡ് ഗിവ് അസെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഏതാണ്? നമ്മുടെ ഈ ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെയുള്ളത്. നെക്സ്റ്റ് നോക്കാം, ലോകസഭ ആൻഡ് രാജ്യസഭ.
അപ്പോൾ നമുക്ക് ആദ്യം ലോകസഭയെ നോക്കാം. ലോവർ ഹൗസ് എന്നാണ് ഫസ്റ്റ് നമ്മൾ പോയിന്റ്, അതായത് അധോ സഭ, പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ. നെക്സ്റ്റ് മെമ്പേഴ്സ് ആർ എലക്ടഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ, ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ദെൻ ഇറ്റ് ഈസ് സിറ്റിസൺ ഹു കംപ്ലീറ്റഡ് 25 years ആർ എലിജിബിൾ ടു കോണ്ടസ്റ്റ്. അപ്പം അതാണ് 25 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാം, ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. പിന്നെ അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്, 5 years ടേം ആണ്. ദെൻ മാക്സിമം സ്ട്രെങ്ത് 550, പ്രസന്റ് ദർ ആർ 543 മെമ്പേഴ്സ്. അതായത് ലോകസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 550 ആണ്. ഇപ്പോൾ നിലവിൽ 543 അംഗങ്ങളുള്ളത് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ചെയർഡ് ബൈ സ്പീക്കർ. ആരാണ് പിന്നെ അധ്യക്ഷനായിട്ട് നിലനിൽക്കുന്നത്? സ്പീക്കറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള. നേരെ നോക്കുക ഇനി രാജ്യസഭ. ഇപ്പോൾ ഇവിടെ അപ്പർ ഹൗസ് എന്നാണ് രാജ്യസഭ അറിയപ്പെടുക അല്ലേ, പാർലമെന്റിലെ ഉപരിസഭ എന്ന പേരിലാണ് അറിയപ്പെടുക. ദെൻ നെക്സ്റ്റ് ഇലക്ടഡ് ബൈ ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാവ് കംപ്ലീറ്റഡ് 30 years ഓഫ് ഏജ് ആർ എലിജിബിൾ ടു കോണ്ടസ്റ്റ്. അതായത് 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യാം, ഈ രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. ദെൻ ദ ടേം ഓഫ് ഓഫീസ് ഈസ് 6 years, 6 വർഷമാണ് ഒരു കാലാവധി എന്ന് പറയുന്നത്. മാക്സിമം സ്ട്രെങ്ത് 250, 238 ആർ എലക്ടഡ് ആൻഡ് റിമൈനിങ് 12 ആർ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ്. അതായത് രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ആണ്. ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ചെയർഡ് ബൈ ദ വൈസ് പ്രസിഡന്റ്. ആരാണ് അധ്യക്ഷൻ? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഹൗ മെനി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ ദർ ഇൻ കേരള, ഫൈൻഡ് ഔട്ട് ദെയർ നെയിംസ്. അല്ലെ, കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്, അവയുടെ പേരുകൾ കണ്ടെത്തുകയെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ആൻസറാണ് നമുക്കത്. പിന്നെ സ്ഥലങ്ങളുടെ പേര് ഒട്ടുമിക്ക കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതല്ലേ, എന്നാലും അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 20 ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്. അപ്പം പിന്നെ അതിൻ്റെ പേരും കൂടി അവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. അപ്പം നോക്കാം, ഫസ്റ്റ് പോയിന്റ്, ദ പവർ ടു മേക്ക് ലോസ് ഇൻ ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ ദ പാർലമെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, ദ ലോസ് ആർ ദ ഗവൺമെൻറ്റ്സ് റെസ്പോൺസ് ടു പബ്ലിക് ഒപ്പീനിയൻ ഫ്രം വേരിയസ് കൺസേൺസ് ഓഫ് ദി സൊസൈറ്റി. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങൾക്കുള്ള സർക്കാരിൻ്റെ പ്രതികരണമാണ് ഈ ലോസ് അഥവാ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ലെജിസ്ലേഷൻ ഈസ് ഓഫൺ എനാക്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഫുൾഫിൽമെൻറ്റ് ഓഫ് എലക്ഷൻ പ്രോമിസസ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൊടുക്കും, ആ വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എന്തുണ്ട്, അതുപോലെ തന്നെ ഭരണപ്രക്രിയകളൊക്കെ കുറച്ചും കൂടി എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്താറുണ്ട് പറയുന്നു. ഇതാണ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുക ബിൽസാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ബില്ലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ് നോക്കുക, ഒന്ന് ഗവൺമെൻറ് ബിൽ എന്നാണ്. അപ്പോൾ ബിൽ പ്രസൻറ്റഡ് ബൈ ദ മിനിസ്റ്റേഴ്സ് അല്ലേ, മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗവൺമെൻറ് ബില്ല് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് പ്രൈവറ്റ് ബില്ലാണ്. ഓരോന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചോ. പ്രൈവറ്റ് ബില്ലാണ്. പ്രൈവറ്റ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈവറ്റ് ബില്ല്? ബില്ല് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഹൂ ഈസ് നോട്ട് എ മിനിസ്റ്റർ. അതായത് മന്ത്രി അല്ലാത്തൊരു പാർലമെൻറ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത്, പ്രൈവറ്റ് ബില്ല്, അഥവാ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, സ്വകാര്യ ബില്ല് എന്ന് പറയും. ഓക്കെ, ദെൻ മണി ബിൽ. മണി ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ധനബില്ലാണ്. ബിൽ സ്പെസിഫിക്കലി പെർട്ടൈനിങ് ടു ദ കളക്ഷൻ ഓഫ് ഫണ്ട്സ് ഫോർ പബ്ലിക് എക്സ്ചെക്കർ ആൻഡ് മീറ്റ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് സർക്കാരിൻ്റെ, അതായത് പൊതുഖജനാവിലേക്ക് ധനം സമാഹരിക്കുന്നതും അതുപോലെ തന്നെ ചെലവഴിക്കുന്നതിനും കൂടി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ധനബില്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയാം നോൺ മണി ബില്ല്. അതായത് ബിൽസ് അതർ ദാൻ മണി ബിൽ. അതായത് ധനബില്ലല്ലാത്ത എല്ലാ ബില്ലും എന്ത് പേരിൽ അറിയപ്പെടുക, ധനേതര ബില്ല് എന്നാണ് അറിയപ്പെടുക. യെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽസ് ആൻഡ് ഓർഡിനറി ബിൽസ്. അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളൊക്കെ ഇതിൽപ്പെടും, ധനേതര ബില്ലുകളിലാണ് പെടുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ത്രൂ ദ വിച്ച് എ ബിൽ ബിക്കംസ് എ ലോ. അതായത് ഒരു ബില്ല് നിയമമാകുന്ന വിവിധ ഘട്ടങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല, അത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പിന്നെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്. ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ് കഴിഞ്ഞ് പ്രസിഡന്റ് അസൻറ്റോട് കൂടി ബിൽ ഒഫീഷ്യലി ഒരു ലോ ആവുന്ന വരെയുള്ള കാര്യങ്ങൾ അതൊന്ന് നോക്കണേ. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇതിലേക്ക് വരാം.
അപ്പോൾ എന്താണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ഈസ് ദ മേക്കിംഗ് ഓഫ് കറക്ഷൻസ് ഒമിഷൻസ് ഓർ അഡീഷൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഭരണഘടനയിൽ തിരുത്തലോ അതുപോലെ ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കലോ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഭരണഘടനാ ഭേദഗതി എന്ന് പറയാം. ഓക്കെ, അമെൻമെൻറ്റ് പ്രോസസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അൾട്ടറിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ടൈം ടു ടൈം കൺസിഡറിങ് ദ സോഷ്യോ പൊളിറ്റിക്കൽ നീഡ്സ്. അതായത് സാമൂഹികവും രാഷ്ട്രീയമായ ആവശ്യങ്ങളെ പരിഗണിച്ചിട്ട് കാലത്തിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, ഭരണഘടനയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അമെൻമെൻറ്റ് ഭേദഗതി സഹായിക്കുന്നുണ്ട്. ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് വെസ്റ്റഡ് വിത്ത് ദ പാർലമെൻറ്റ്. അതായത് പിന്നെ ഈ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, പാർലമെൻറ്റിൽ മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 368 എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു ദ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഈ അധികാരം ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെത്തേഡ്സ് ഓഫ് അമെൻമെൻ്റ് ആണ് അല്ലേ. മെത്തേഡ്സ് ഓഫ് അമെൻമെൻറ്റ് ഏതൊക്കെയാണ് ഭേദഗതി രീതികൾ നോക്കാം. ഒന്ന് ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്, രണ്ട് റിജിഡ് അമെൻമെൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് മോർ റിജിഡ് അമെൻമെൻറ്റ്. ഓക്കെ, ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്, റിജിഡ് അമെൻമെൻറ്റ്, മോർ റിജിഡ് അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കണേ, മറന്നു പോരുതേ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സാമ്പിൾ സഹിതം പഠിക്കുക. ചില സമയങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്കൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് പിന്നെ എക്സാമിനൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് ഒരു വിഷയം തന്നാൽ ഏത് ഭേദഗതിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. വി ആർ ഫെമിലിയർ വിത്ത് ദ 3 types ഓഫ് അമെൻമെൻറ്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് ലിസ്റ്റ്. അതിലൊന്ന് റീനെയിമിംഗ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് കാണാം, സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം. അത് ഏതിൽ പെടുന്ന ഫ്ലെക്സിബിൾ അമെൻമെൻറ്റിലാണ്. ദെൻ നെക്സ്റ്റ് 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അത് ഏതിലാണ് പെടുക, റിജിഡ് അമെൻമെൻറ്റിലാണ്. അതായത് 86 ഭരണഘടനാ ഭേദഗതി ഏതിലാണ് പെടുക എന്ന് വെച്ചാൽ റിജിഡ് അമെൻമെൻറ്റാണ്. ദെൻ അമെൻമെൻറ്റ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ്, അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഭേദഗതി വരത്തിൽ മോർ റിജിഡ് അമെൻമെൻറ്റിലാണ്. ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഭാഗം ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ദ എക്സിക്യൂട്ടീവ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ദി ഗവൺമെൻറ് റെസ്പോൺസിബിൾ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോസ് ആൻഡ് പോളിസീസ്. അതായത് എന്താണ് പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ചുമതല എന്ന് വിചാരിച്ചാൽ നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കലാണ്. അതുപോലെ തന്നെ എന്താണ് ഭരണനിർവഹണം എന്നീ ചുമതലയും കൂടിയുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ് ആൻഡ് ദ ക്യാബിനറ്റ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇവിടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി തലവനായ ഒരു മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ദ പവേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആർ വെസ്റ്റഡ് വിത്ത് ദ പ്രസിഡന്റ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഈ എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ആരിലാണ്, രാഷ്ട്രപതിക്കാണ്. ദെൻ ഇറ്റ് ഈസ് എക്സൈസ്ഡ് ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പക്ഷേങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. നെക്സ്റ്റ് നമ്മൾക്ക് അവിടെ കാണാം എന്താണ് എക്സിക്യൂട്ടീവിനെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് അല്ലേ. രാഷ്ട്രീയ എക്സിക്യൂട്ടീവും സ്ഥിരം എക്സിക്യൂട്ടീവും എന്നുള്ളതാണ്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ദെൻ പെർമനൻ്റ് എക്സിക്യൂട്ടീവിൽ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ബ്യൂറോക്രസി, ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. ഓക്കെ, ഇതെന്താണ് ബ്യൂറോക്രസി എന്നുള്ളതും പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത പേജ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് നോമിനൽ എക്സിക്യൂട്ടീവ്. നോമിനൽ എക്സിക്യൂട്ടീവിൽ പ്രസിഡൻ്റ് ആണ്. യെസ്, അപ്പം പിന്നെ ദെൻ നെക്സ്റ്റ് റിയൽ എക്സിക്യൂട്ടീവ് ആണ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് മലയാളത്തിൽ പറയും. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അടങ്ങുന്നതാണ് ഈ പറഞ്ഞ റിയൽ എക്സിക്യൂട്ടീവിൽ ഉണ്ടാവുക. നോമിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാമമാത്രമായ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ പിന്നെ നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്നുള്ളത് രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ എക്സിക്യൂട്ടീവിനെ ഡിവൈഡ് ചെയ്യുന്നിടത്ത് നമുക്ക് പഠിക്കാനുള്ള. ഓക്കെ, ഇതും നമ്മൾ ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് പ്രസിഡന്റ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അത് രാജ്യത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഹെഡാണ്, തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ദെൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് കംപ്ലീറ്റഡ് 35 years ഓഫ് ഏജ് ക്യാൻ കോണ്ടസ്റ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അതായത് 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട്. ദ പ്രസിഡന്റ് ഈസ് സെലക്ടഡ് ബൈ എൻ ഇലക്ടറൽ കോളേജ്. അതായത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് ദി ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി ബോത്ത് ഹൗസസ്. പാർലമെൻറ്റിലെ 2 ഹൗസസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളുമാണ് ഇതിലുണ്ടാവുക, പിന്നെ ഈ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ് ഈസ് 5 years. 5 വർഷക്കാലാണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുവരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
ദെൻ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിൻ്റെ ചുമതലകളാണ്. ഒന്ന് സം ഓൺ ദി പാർലമെൻറ്റ്. എന്താണ് സം ഓൺ ദി പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക. ദെൻ ഡിസോൾവ് ദ ലോകസഭ പിരിച്ചുവിടുക. അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈ കോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ് ഗവർണേഴ്സ്. അപ്പം എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, പിന്നെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കാം. ഓക്കെ. ഡിക്ലറേഷൻ ഓഫ് എമർജൻസി അടുത്ത പോയിന്റാണ്. ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളത്. ദെൻ ആക്ട് ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ഡിഫൻസ് ഫോഴ്സസ്, അതായത് പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക. ഇതാണ് ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡന്റ്. നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ, ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ ഭരണത്തലവനാണ് ആര്? പ്രധാനമന്ത്രി. ഫോംസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിസൈഡ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓർ ഹെർ ക്യാബിനറ്റ്. ഓക്കെ. അതുപോലെ തന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നതും അതിന് മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെ അംഗങ്ങളെയൊക്കെ നിശ്ചയിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ദ പവേഴ്സ് ടു ചേഞ്ച് ദ പോർട്ട്ഫോളിയോസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഇൻക്ലൂഡ് ഓർ റിമൂവ് മെമ്പേഴ്സ് ഫ്രം ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതായത് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താം, ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങൾ ഉൾപ്പെടുത്താനൊക്കെയുള്ള അവകാശം ആർക്കാണ്? അധികാരം പ്രധാനമന്ത്രിക്കുള്ളതാണ്. ഓക്കെ. ദെൻ ആക്ട് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രസിഡന്റ് ആൻഡ് ദ ക്യാബിനറ്റ് ആൻഡ് ദ പാർലമെന്റ്. അതായത് രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക്, കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നതാരാണ്? പ്രധാനമന്ത്രിയാണ്. ഇത്രയും കാര്യമാണ് പ്രൈം മിനിസ്റ്ററെ കുറിച്ചുള്ളത്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഏതൊക്കെയായിരുന്നു? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി കൺട്രി, formulation of national and foreign policies, coordinate the activities of various departments, draft bills and ordinance, steering the legislative process, then perform other administrative and welfare function and maintain foreign റിലേഷൻസ്. ഓക്കെ. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും ആണ് എന്താണ് ഫംഗ്ഷൻ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡിലൊന്ന് വായിച്ചു പോകുന്നത്. അപ്പം മക്കളെ ഇതും മറന്നു പോകരുത്, പഠിച്ചു വെക്കണേ. യെസ്, നോക്കുക. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ദ ബ്യൂറോക്രസി ക്യാരീസ് ഔട്ട് ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നത് ആരാണ്? ബ്യൂറോക്രസിയാണ്. ദെൻ ആസ് ഈസ് ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇൻ ഫോർമാലിറ്റി ബിൽസ് ഇൻക്ലൂഡിംഗ് ദ ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ രൂപീകരിക്കുന്നതിന് ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്നത് ആരാണ്? ബ്യൂറോക്രസിയാണ്. ദെൻ ദേ ആർ സ്കിൽഡ് ആൻഡ് അക്കംപ്ലിഷ്ഡ് കാറ്റഗറി ഹൂ ആർ സെലക്ടഡ് ത്രൂ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആൻഡ് ട്രെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി മെറിറ്റ്. അതായത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സരപരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടും. അതിനുശേഷം പരിശീലനം കിട്ടും. അങ്ങനെ ഈ ചെയ്യുന്ന ജോലിയിൽ നല്ല വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരിക്കും ആര്? ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. ദേ ആർ ടേംഡ് ആസ് എ പെർമനന്റ് എക്സിക്യൂട്ടീവ് ആസ് ദേ ഹാവ് എ ടെന്യൂർ അപ് ടു ഫിക്സ്ഡ് ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായമുണ്ട്. അത് ആ കാലാവധി വരെ അവർക്ക് ആ സ്ഥാനത്ത് ജോലി ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവരെന്ത് വിളിക്കുന്നു? പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നു. ഓക്കെ. അതുകൊണ്ടാണ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. അവർ പെർമനൻ്റ് ആണ്. ഓക്കെ. ഏതുവരെ? അവർക്ക് ഒരു ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഉണ്ട്. ആ കാലഘട്ടം വരെ അവരെന്താണ് അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ടൈം പറഞ്ഞിട്ടുണ്ട്. 5 വർഷമാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അവർ മാറും. പക്ഷേ ഇവിടെ ആ ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് ജുഡീഷ്യറി is the mechanism that ensures the function of legislative and executive in accordance with the constitution. Okay, judiciary is the mechanism that ensures the function of the legislative and executive in accordance with the constitution. അപ്പോൾ നമ്മൾ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ച് പഠിച്ചു. ഇത് രണ്ടും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് എന്ത്? ജുഡീഷ്യറി അഥവാ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. അലോങ് വിത്ത് പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ഇറ്റ് പ്രൊട്ടക്ട്സ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. അതായത് പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഭരണഘടനാ മൂല്യവും ആരാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്? ജുഡീഷ്യറിയാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. Therefore, the judiciary is known as the protector of the constitution. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി എന്താ പേരിൽ അറിയപ്പെടുന്നു? പ്രൊട്ടക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നോക്കുക, നമ്മളിനി ജുഡീഷ്യൽ സിസ്റ്റമാണ്, സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റമാണ് നോക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ട്, പിന്നെ ഹൈക്കോർട്ട്, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ സബോർഡിനേറ്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ.
അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദ നമ്പേഴ്സ് ഓഫ് ദ കോഡ് ഡിക്രീസസ് ആൻഡ് ദ പവർ ഇൻക്രീസസ്. എപ്പോഴും അതായത് നമ്മൾ മുകളിലോട്ട് പോകും തോറും എന്ത് സംഭവിക്കും, ഈ പവർ കൂടുകയും കോഡ്സിൻ്റെ നമ്പർ കുറയുകയും ചെയ്യും. താഴോട്ട് വരും തോറും എന്ത് സംഭവിക്കും, ആസ് വി ഗോ ഡൗൺ ദ നമ്പർ ഓഫ് കോഡ്സ് ഇൻക്രീസസ്, കോഡ്സിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യും ആൻഡ് ദ പവർ ഡിക്രീസസ്, പവർ ഡിക്രീസ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് പിന്നെ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതി. അപ്പോൾ എന്തൊക്കെയാണ് സുപ്രീം കോർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഓർമ്മയുണ്ടാവും? നോക്കുക, ഫസ്റ്റ് പോയിന്റ്, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 28 ജാനുവരി 1950. 1950 ജനുവരി 28 നിലവിൽ വന്നത്. ഓക്കെ, ആ ഇയർ ഓർത്ത് വെക്കുക, 1950 ജനുവരി 28. ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ന്യൂഡൽഹി, ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് ഈസ് 65 ഇയേഴ്സ്. എല്ലാം പോയിൻ്റായിട്ട് തന്നെ ഓർത്ത് വെക്കണേ. 65 വയസ്സാണ് പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ദ പാർലമെൻറ്റ് ഹാസ് ടു പവർ ടു റിമൂവ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ബിഫോർ കംപ്ലീറ്റിംഗ് ഹിസ് ഓർ ഹെസ് ടേം. അതായത് ഈ ജഡ്ജിമാർക്ക് കാലാവധിക്ക് മുമ്പേ തന്നെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, പാർലമെൻറ്റിനുണ്ട് എന്ന് പറയുന്നു. ആക്ട് ആസ് ദ സുപ്രീം ഇൻ്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പിന്നെ അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, പിന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായിട്ടും അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നു എന്ന് പറയുന്നു. ആൻഡ് പ്രൊവൈഡിങ് സൊല്യൂഷൻസ് ടു വേരിയസ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്. എന്താണ്, വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നത് ആരാണ്, സുപ്രീം കോടതിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നുള്ള പോയിന്റ്സ്. ക്ലിയർ? നെക്സ്റ്റ്, പവേഴ്സ് ഓഫ് ദി സുപ്രീം കോർട്ട്. പവേഴ്സ് ഓഫ് ദി സുപ്രീം കോർട്ട് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, ദെൻ അപ്പീലേറ്റ് jurisdiction, advisory jurisdiction, writ jurisdiction and judicial review. ഇതാണ് നമുക്ക് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. ഞാൻ പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിന് എക്സാമ്പിൾ അടക്കം നമ്മൾ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോട്ട്സായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ് നമ്മൾ സ്പീഡിൽ തന്നെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ എക്സാമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.